ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ ദേ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആവേണ്ടോ. റിസപ്ഷനാണ് ഞാൻ പോകുന്നത്. രാവിലെ കെട്ടിക്കാനൊന്നും പോയില്ല. അതെല്ലാനും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചൊക്കെയായിരുന്നു. പിന്നെ വെളുപ്പിനെ പോണ കാരണം പോയില്ല. നമ്മളുടെ കിച്ചുമോനും അപ്പം ടീംസ് എല്ലാവരും പോയേക്കണ്ട. അവർ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ റിസപ്ഷന് പോകാമെന്ന് കരുതി അങ്ങനെ നിന്നാണ്. അപ്പോൾ ദേ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആവുമ്പോൾ പോകുമെന്ന് പറഞ്ഞ് ഞാനപ്പോൾ ഇത് റെഡി ആവാനൊക്കെ നിന്നിട്ടുണ്ട്. സാരി എല്ലാം എടുത്തു. അപ്പോൾ ഈ ഒരു വാടാമല്ലി കളർ സാരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഉണ്ടമല്ലിപ്പൂവിൻ്റെ ശരിക്കും ആ ഒരു കളർ തന്നെയുണ്ട്. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ ചുരിദാർ സാരിയൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് പിന്നെ ഈ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഈ ഒരു സാരി കിട്ടിയത്. അപ്പം പിന്നെ അത് തന്നെ എടുത്ത് പോകാനായിട്ട് പിന്നെ ഇതേം ചെറിയ മേക്കപ്പ് എല്ലാനും ചെയ്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി കണ്ണൊക്കെ ഒന്ന് എഴുതാനുണ്ട് കേട്ടോ. വേറെ ഇതൊന്നുമില്ല, കുറച്ച് സിന്ദൂരം ഒരു വട്ടപ്പൊട്ടും കുത്തിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഗോപി പൊട്ടൊക്കെയാണ് കുത്താറ്. ഇന്ന് ഞാനൊരു വട്ടമാണ് ഇതാക്കി വെച്ചേക്കണം. ഞാനിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഗോപി പൊട്ട് അങ്ങനത്തെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാനതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി വട്ടപ്പൊട്ടെല്ലാനും കുത്തിയിട്ടാണ് റെഡി ആക്കുന്നത്. അങ്ങനെ ഈ സാരിയൊക്കെ കൊടുത്ത് മേക്കപ്പും കാര്യങ്ങളെല്ലാനും കഴിഞ്ഞ് അപ്പോൾ എനിക്ക് കമ്മലിട്ടിട്ട് ഒന്നും ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ ഞാൻ 2-3 കമ്മൽ മാറി മാറി ഇട്ട് നോക്കിയിട്ട് അവസാനം ഈ ഒരു ചെറിയൊരു ഞാലി പോലത്തെ കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത്. മറ്റേതിനെല്ലാനും കുറച്ച് നീട്ടം കൂടുതലായ കാരണം അതൊന്നും ഇട്ടില്ല. അതെന്തോ മുഖത്തിനൊരു ഇത് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ റെഡി ആയിട്ട് ഇനി അതെല്ലാം ഒന്ന് എടുത്ത് അലമാരിലൊക്കെ വെച്ചതേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ പോകാനായിട്ട്. അങ്ങനെ ഞാൻ പോകാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് കൊടുങ്ങല്ലൂരാണ് പെണ്ണിൻ്റെ വീട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് വലപ്പാട് ബീച്ചിലാണ് കേട്ടോ കല്യാണം. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നമ്മളുടെ മക്കൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കേണ്ടായിരുന്നു. കിച്ചോട്ടിനൊക്കെ തലേ ദിവസം അവിടെ ഉണ്ടായ കാരണം കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛനും ചെന്നപ്പോൾ പറഞ്ഞു ഇവന്മാർ ഭയങ്കര ഓടിക്കളിയായിരുന്നു. ഇപ്പോഴേ കുളിച്ചൊക്കെ മാറ്റിയൊക്കെ നിൽക്കുകയാണ്, നമുക്ക് വണ്ടിയൊക്കെ വന്നിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്നുകൊണ്ട് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട്, ഇത് ചേച്ചിയും ചേട്ടന്മാരും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഒരു വീഡിയോ എല്ലാവരും എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്കുള്ള വഴി ചെറുതായ കാരണം ബസ് ഇങ്ങനെ കുറച്ച് ദൂരെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊന്ന് നടന്നൊക്കെ പോയിട്ട് വേണമായിരുന്നു കയറാനായിട്ട്. അപ്പോൾ ചേട്ടന്മാർ ഈ നടന്ന് വന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടമായിട്ടാണ് ഞാനിതിങ്ങനെ വീഡിയോ എടുത്തത്. മക്കളും എല്ലാവരും ഈ ഒരു ഡ്രസ്സൊക്കെ തന്നെ ആയിരുന്നിട്ട് ഇട്ടിരുന്നത്. കിടാങ്ങളെ പിന്നെ അന്നേരം വീഡിയോ എടുക്കാനായിട്ട് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അവർ ആദ്യമേ തന്നെ ബസ്സിൽ കയറി ഞങ്ങൾ പോയി സീറ്റൊക്കെ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിരുന്നു. അവർക്ക് ബാക്കിലിരിക്കാനായിട്ടാണ്. അവരുടേതായ കുറച്ച് ടീംസൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടി പോയിട്ട് അങ്ങനെ ബാക്കിലൊക്കെ വേഗം പോയി ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ പയ്യെ ചെന്ന് കയറി. എന്നാൽ 3 ബസ്സൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഇരിക്കാനൊക്കെ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഡാൻസും പാട്ടും അങ്ങനെ കളിക്കണം എന്നൊക്കെ ഉള്ള ഇതിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് വെറുതെ ഇപ്പോഴേ തന്നെ വേർത്ത് കുളിച്ച് ചെന്ന് കയറണം എന്തിനാണ്, നമുക്ക് തിരിച്ച് വന്ന നേരത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡാൻസ് കളിക്കാൻ റെഡി ആവണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ ഇവർ നേരെ കടൽ കാണാനായിട്ട് പോവേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങളും പോയി. ഞാൻ ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ ചെന്ന ആൾക്കാർ മുഴുവനും ഇതേപോലെ എല്ലാവരും കടലൊക്കെ കാണാനായിട്ട് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. അപ്പോൾ മണവാട്ടി പെണ്ണും ചെക്കനും നമ്മളുടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നിന്നുകൊണ്ട് അവരും ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ റിസപ്ഷൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം തുടങ്ങി. അവർ ചെക്കനും പെണ്ണും സ്റ്റേജിലൊക്കെ കയറി അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഞങ്ങളും അതൊക്കെ ഒന്ന് കാണാനായിട്ട് ചെന്നു. അപ്പോൾ ഇതേ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിരുന്നു കേട്ടോ ഇവരുടെ വേഷമൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെക്കനും പെണ്ണും ചാന്ദിനി അമർനാഥ് ഇതാണ് കേട്ടോ പെൺകുട്ടിയുടെ ഇതാണ് പെൺകുട്ടി, എൻ്റെ ചേച്ചിയുടെ നാത്തൂൻ്റെ മോളാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിന് പോയത്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം റിസപ്ഷൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അസ്തമയം കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാണ്ട്. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും അസ്തമനം എല്ലാവരും കഴിഞ്ഞു പോയിട്ടോ. ആ ഒരു നേരം നോക്കി തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് ഈ ഫംഗ്ഷൻ നടക്കണം അങ്ങോട്ട് പോയ കാരണം നമുക്കതൊന്നും കാണാനും പറ്റിയിരുന്നില്ല. പിന്നെ എന്നാലും കുറച്ച് നേരം ഫുള്ളായിട്ട് ഇതായിട്ടുണ്ടായില്ല. അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നു. അങ്ങനെ ചേച്ചിമാരും ഞാനൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. മക്കളെ നോക്കി കഴിഞ്ഞിട്ട് മക്കൾ എവിടെയാണെന്ന് ആ നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ ഈ ടൈമായപ്പോൾ മാറിക്കളഞ്ഞു. പിന്നെ അവരെയും പിടിച്ച് നിർത്തി ഭക്ഷണം എല്ലാവരും കഴിച്ച് ആദ്യത്തെ വണ്ടി പോരുമ്പോൾ ഞങ്ങൾക്ക് അത് കയറി പോരാനായിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് രാത്രിയാവില്ല. എന്നിട്ട് തന്നെ നമ്മൾ വന്നത് 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇവർക്കെല്ലാവരും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും അവിടെ അവരുടെ കൂടെ കുറച്ച് പേരൊക്കെ ഇരുന്നിട്ടാണ്. മക്കൾ പയ്യനല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുള്ളൂ. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് തീരണതിന് മുമ്പ് ചേട്ടനൊക്കെ വന്ന് പറഞ്ഞ് ഒരു ബസ് ഇപ്പോൾ പോകും, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലെത്താമെന്ന് പറഞ്ഞ്. ചെക്കനും പെണ്ണൊന്നും ഇന്ന് വരൂല, അവരെന്തോ റിസോർട്ടിലൊക്കെയാണ് തങ്ങണേന്നൊക്കെ പറഞ്ഞ കാരണം പിന്നെ അധികം വെയിറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ.
അങ്ങനെ ഞങ്ങൾ വേഗം വന്ന് ബസ്സിലൊക്കെ കയറി കേട്ടോ. പിന്നെ ബസ് വിട്ടപ്പോൾ തുടങ്ങി എല്ലാവരും ഡാൻസും കൂത്തെല്ലാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം എന്താണ്, ആ വണ്ടിയിലുണ്ടായിരുന്ന ഒറ്റ ആൾക്കാർ പോലും ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്ത് വന്നാലും പോയ ആൾക്കാരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു